ഹായ് ഗൈസ്, അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. മിസോറാം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ട്രെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ കൂടിയാണ്. എല്ലാ ക്ലിപ്സും എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ മിസോറാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നാളെ രാവിലെ ഒരു 8 മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ മിസോറാം എത്തും. ബാക്കി ILP എടുക്കേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഫൈനലി മിസോറാമിലെ സൈറൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ILP എടുക്കണം. ILP എടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ഫോം ഫില്ല് ചെയ്തു. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കേണ്ട ഇതുണ്ട്. പക്ഷെ അത് ഫില്ല് ചെയ്ത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ILP കിട്ടിയിട്ടുണ്ട്. ഇതൊരു 1 വീക്ക് ആണ് വിസിറ്റ് ടൈം നമുക്കിവിടെ തരിക. പിന്നെ ഈ ട്രെയിനിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഗുവാഹട്ടി കണക്റ്റ് ആയിട്ടാണ് വന്നത്. ഗുവാഹട്ടിയിൽ നിന്ന് ഡെയിലി രാത്രി 7 മണിക്ക് ഈ ട്രെയിനുണ്ട്. പിന്നെ അതുപോലെ ഡൽഹിയിൽ നിന്നാണെങ്കിലും ട്രെയിനുണ്ട്. ഗുവാഹട്ടിയിൽ നിന്ന് വീക്ക്ലി 3 ഡേയ്സ് സ്പെഷ്യൽ ട്രെയിനും ഉണ്ട്. അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 6 മണി. പിന്നെ ബുധൻ, വ്യാഴം, അതുപോലെ ശനി ഈ ദിവസങ്ങളിലാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് ഗുവാഹട്ടിയിൽ നിന്ന്. ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡ്രൈവർ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ ഐസ്വാളിലേക്ക് ഇതുപോലെ സുമോ വണ്ടികൾ കിട്ടും. 200 രൂപയാണ് പെർ ഹെഡ് ചാർജ് ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ വേറെ ആൾക്കാർ വരാൻ വെയിറ്റിംഗ് ആണ്. സൈറങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. ഐസലിലേക്ക് ഇനി ഒരു 40 മിനിറ്റ്സ് ഉണ്ട്. ഐസലാണ് മിസോറാമിൻ്റെ ക്യാപിറ്റൽ. ILP ഭയങ്കര മാൻഡറ്ററി ആണ്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ILP ഉണ്ടോ എന്നുള്ളത് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ആണ്. ഐസ്വൽ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇവിടെ ഫുഡ് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നു. എന്തായാലും പോയി നോക്കട്ടെ. നല്ല ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ട്. ഇത് ഇവിടെ ഉള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് മിസോറാമിലെ. ചെറിയ കുട്ടികളാണ് ഇവിടെ പണിക്കൊക്കെ ഉള്ളത്. ഞാനിവിടെ ഒരു ഹോസ്റ്റല് തപ്പി പോവാണ്. ഒരു ഐഡിയ ഇല്ല, സ്റ്റേ ഒന്നും ബുക്ക് ചെയ്യാണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ChatGPT ആണല്ലോ നമ്മളെ മെൻറ്റർ. അപ്പോൾ ChatGPT ഒരു സ്റ്റേ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാലും സ്റ്റേയിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇത് ഐസ്വാൾ സിറ്റിയിലുള്ള ബൈക്ക് ടാക്സിയാണ്. ഇവിടെ റാപ്പിഡോ, ഊബർ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ സിറ്റി ബസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ ബൈക്ക് ടാക്സീസ് ഉണ്ടാവും. ഭയങ്കര ആക്സസബിൾ ആണ് ഇവിടെ. ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരാൾ പോലും ഹോൺ അടിക്കില്ല. ഒരു കാറുകാർ പോലും ഓവർടേക്ക് ചെയ്തു പോകില്ല. ഭയങ്കര പീസ് ആൻഡ് കാം. നോർത്ത് ഈസ്റ്റ് ഏകദേശം എല്ലാ സ്ഥലവും അങ്ങനെ തന്നെയാണ്. പക്ഷെ മിസോറാം കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഭംഗിയാണ്. എവിടുന്ന് നോക്കിയാലും ഈ ഒരു ലാൻഡ്സ്കേപ്പാണ് മിസോറാമിൻ്റെ. വേറൊരാൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഹോസ്റ്റൽ. ഇവരാണ് നമ്മളിന്ന് ഹോസ്റ്റ് ചെയ്യുന്നത്. എന്ത് ഭംഗിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ആണ്. നോക്ക്, ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം.
അടിപൊളിയല്ലേ? ബാത്റൂം. അപ്പോൾ ഇതൊക്കെ ഓരോ റൂംസാണ്. റൂംസ് മീൻസ് ഒരു സിംഗിൾ ബെഡ് വരുന്നത്. ഞാൻ എൻ്റെ റൂം കാണിക്കാം. ഇതാണ് റൂം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഒരാളെ കാണിച്ചു തരാം. നോക്ക്, ഒരുത്തക്കേടാണ്. അയ്യോ, സണ്ണ് ഏകദേശം പോയി തുടങ്ങി. താഴത്തൊരു പന്നി ഫാമുണ്ട്. ആടുന്ന് കേൾക്കുന്ന സൗണ്ടാന്നത് കണ്ടില്ലേ? അടിപൊളി. ഹായ്. അപ്പോൾ ദാ കുളിയൊക്കെ കഴിഞ്ഞ് വി ആർ ഓൾമോസ്റ്റ് റെഡി ടു ഗോ ഔട്ട്. വീന്ന് പറയാൻ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ് ഇന്ന്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വെറുതെ പുറത്തു പോവും, ഒന്ന് നടക്കും, ചായ അടിക്കും, തിരിച്ചു വരും. ഇതന്നെ. നാളെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ചുമ്മാ ഇരിക്കുന്ന ഒരു ദിവസം. കുറച്ചെന്താ ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് വരുന്നു. ഓക്കെ. മിസോറാം സിറ്റിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. ലോങ് വ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ലോങ് വ്യൂ ആണ്. കാണിച്ചാൽ ലോങ് വ്യൂ. യെസ്. അപ്പോൾ ഒരു ചെറിയ വാക്കെടുക്കാന്ന് വിചാരിച്ചിറങ്ങി. അന്നേരം ഇതാ പോകുന്ന വഴിക്കല്ല മൊത്തം ഇതുപോലത്തെ വ്യൂ. അപ്പോൾ ഇന്ന് മിസോറാമിൽ താലി കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ എന്താ അവിടെ കഴിക്കാനുള്ളത് നോക്കാം. നോൺ വെജിനൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ കുറേ നടക്കണം. ഇവിടെ ക്രിസ്മസിൻ്റെ പരിപാടിയിൽ ഇവരിപ്പോഴേ തുടങ്ങി. നോർത്ത് ഈസ്റ്റിൽ ക്രിസ്മസ് കുറച്ചുകൂടെ ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ നിങ്ങൾ ആ കാണുന്ന സാധനമില്ലേ? യെസ്, അതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ നിന്നാൽ മിസോറാം സിറ്റി ഫുള്ള് കാണാമെന്നാണ് ഇവർ പറയുന്നത്. നാളെ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കാഴ്ചകൾ കാണിക്കാം. പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇയാൾ വിളിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പക്വട എന്നാണ് പറയുന്നത്. ഒരു പീസിന് 10 രൂപ കേട്ടോ. ഇവിടുത്തെ ഇതുപോലത്തെ കടകളിലെല്ലാം ഇവിടെ സിഗരറ്റ് വെക്കട്ടെ. ഒരു പക്കോട കഴിച്ച് നോക്കട്ടെ. എരിവില്ല കേട്ടോ. ഇവരാരും എരിവ് യൂസ് ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. പകരം ചില്ലിയുണ്ട്. ചില്ലിയാണ് ഇവിടെ ആത്തിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇപ്പോൾ ഇവിടെയുള്ള വേറെ ഏതോ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ വെറുതെ കയറിയതാണ്. ഇവിടുത്തെ പോലീസുകാരൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ചിക്കൻ റോള് പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കാം. ഇവിടെ കണ്ട ഇവിടെ എല്ലാ കടകളിലും ഭയങ്കര ചെറിയ കുട്ടികളാണ് പണിയെടുക്കുന്നത്. വെക്ക് ആളവിടെ വിളിച്ചു പറ്റി കളിക്കുന്നുണ്ട. അയ്യോ, ഭയങ്കര കുരുത്തക്കേടാണ് തൈന്. അപ്പം ഇതാണ് നമ്മളെ ചിക്കൻ റോൾ. കഴിച്ചു നോക്കട്ടെ. ഇവിടെ ഇവർ ഒന്നിലും എന്താ പറയുക അധികം എരിവ് കൂട്ടില്ല.
ഈ സാധനത്തിനാണെങ്കിലും ഭയങ്കര എരിവാണ്. കുറച്ച് കൂട്ടി നോക്കാം. നമുക്ക് ഇന്നത്തെ ഡിന്നറിന് ഒരു 5 മുട്ട വാങ്ങാം. ബാലൻസ് പ്രോട്ടീൻ അച്ചീവ് ചെയ്യണ്ടേ. ഒരു മുട്ടയ്ക്ക് ഇവിടെ 10 രൂപയാണ് കേട്ടോ. കഷ്ടപ്പാടാണ്, അറിയില്ലേനും. എന്തായാലും വാങ്ങി, മുട്ട വാങ്ങി. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. അതിന് മുമ്പേ ഇവരിവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ തിരക്ക് കാണുന്നുണ്ട്. നോക്കി വെക്കാം, കഴിച്ചു നോക്കാം എന്താന്ന്. ചിക്കൻ ബ്രസ്റ്റാണ്, ചിക്കൻ ബ്രസ്റ്റ് പൊരിച്ചിരുന്നതാണ് മൂപ്പര് ലൈവായിട്ട്. പിന്നെ അപ്പുറത്ത് വേറെന്താ എന്തോ പേര് അവൾ പറഞ്ഞേന്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ലൈസ് പൊട്ടിച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ്. അപ്പം എന്തായാലും ഇതൊന്ന് ഒരെണ്ണം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഇവിടെ കടകളൊക്കെ പെട്ടെന്ന് ക്ലോസ് ആവും. സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ക്ലോസ് ആയി ഏകദേശം. ഇങ്ങനെ റോഡ് സൈഡിലുള്ള കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ആ സാധനം. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയാണ്. 100 രൂപ എന്തോ ഉള്ളൂ. കൊള്ളാം. ഇതുപോലെ ഇവിടെ വഴിയരികിൽ കുറേ കാണാം കേട്ടോ. അപ്പോൾ അതാ നെസ്റ്റി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമുണ്ട്. ഇവരാണ് അതിൻ്റെ ആൾക്കാർ. ചായ ഒന്ന് കുടിച്ചു നോക്കാം. അപ്പോൾ ഇതാ മിസോറാമിലെത്തിയിട്ട് ഇവിടുത്തെ ചായ ആദ്യമായിട്ടൊന്ന് കുടിച്ചു നോക്കാന്നേ. കുഴപ്പമില്ല, ഒപ്പിക്കാം. ഇതാണ് ഞാൻ നിൽക്കുന്ന സ്റ്റേജ്. കാണിക്കാൻ മറന്നു. സത്യം പറഞ്ഞാൽ ഈ RT ഹോസ്റ്റൽ എന്ന് പറയുന്ന കാണുന്നുണ്ടോ? RT ഹോസ്റ്റലിലായിരുന്നു ഞാൻ നിൽക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഓർക്ക് സ്ലോട്ടില്ല, ഫുള്ളായിപ്പോയി. അപ്പോൾ ഓര് കാണിച്ചു തന്ന സ്റ്റേ ആണിത്. ഇതും അടിപൊളിയാണ്, നല്ല വ്യൂ ആണിത്. ഇതാ നമ്മളെ ഹോസ്റ്റ് നമുക്ക് ഓൺ ദ സ്ട്രീറ്റ്. യാ നോ ടുമോറോ. ഇതാ ഇത് ഇപ്പോൾ ബോയിൽ തരും നമ്മളെ ഹോസ്റ്റ്. ഇതാണ് അവരുടെ വീട്. ഇതിൻ്റെ നേരെ താഴത്താണ് നമ്മളെ എൻ്റെ റൂം വരുന്നത്. ഭയങ്കര അടിപൊളി വീടാണ്. ഇവിടുന്നുള്ള വ്യൂ ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. കണ്ടോ റൂമൊക്കെ കണ്ടോ? ഓ സൂപ്പർ. എത്ര കണ്ടാലും എടുക്കുന്നില്ല. അതാ ഞാൻ കാണുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എഗ്ഗ് ബോയിലാകുന്നത് വരെ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റിനെ പരിചയപ്പെടുത്താം. ജസ്റ്റ് ടെൽ യുവർ നെയിം. Annie. And you're doing? I'm doing a hostel. It's not exactly a homestay, a hostel and a PG. PG. In Mizoram? In Mizoram, yes. Yeah. Tobacco, just like a cigarette, nah. So this one, they grew it in, they grew it in like farm or Okay. this one, and it grew like a green leaves. So the green leaves, they dried it, they sun dried it, and then they how do you call this one? They smash it, and then it becomes like this. So there's a paper now. So same like a cigarette. It's a traditional cigarette, yeah. So this paper, they do like this. Oh. This one you can see like this kind of roll in like South America as well. Some people are or else in maybe Russia side. They use like this paper and roll their own tobacco. Yes. So this is a traditional Mizo tobacco. So they do like this, and it become like this. Oh. And you smoke? Yeah. So some are very strong like the same cigarette, nah? Some are strong and some are soft. Okay. So നമ്മളെ മുട്ട ഇവിടെ റെഡിയാണ്.
എൻ്റെ കൂടെ ഞാൻ കുറച്ച് പെപ്പർ ചോദിച്ചിരുന്നു. പെപ്പർ ഇല്ലേറ്റ് മൂപ്പത്തി പൊടിച്ച് തന്ന്. സ്നേഹം നോക്കണം കേട്ടോ. ഓക്കേ. വീണ്ടും കുറേ സാധനങ്ങൾ വന്നു. ഇത് ഉള്ളിയും പച്ചമുളകും തന്ന്. പിന്നെ മിസോ ചില്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച സാധനമില്ലേ, ഭയങ്കര സ്പൈസിയാണ്. അപ്പം എന്തായാലും ഇതൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് പരിപാടിയാണ്. കുറച്ച് ഡ്രസ്സ് അലക്കാറുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നീ ആറിട്ടിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ എണീറ്റ് ബാക്കി പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.